Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Morning. ചാപ്റ്റർ ഏതാണെന്ന് പറയാം മാഡം. ചാപ്റ്റർ നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി അല്ല എടുത്തുകൊണ്ടിരുന്നത്. PDF കാണാൻ പറ്റുന്നില്ല നിങ്ങക്ക്? കാണുന്നുണ്ടോ PDF? Okay, good morning to all. നമ്മൾ ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെ പറഞ്ഞെന്ന് അറിയാമോ നിങ്ങൾക്ക്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തോ? ക്വാളിറ്റി ഇൻഡിക്കേറ്ററില് അൺപ്ലാൻഡ് റീഅറ്റൻഡൻസ് പറഞ്ഞു തന്നാണ് അല്ലെ? എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ മാത്രം പറഞ്ഞു അല്ലെ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് നമ്മൾ പറഞ്ഞത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതിനുള്ള സൂചകങ്ങൾ ഏതൊക്കെയാണെന്നാണ് അല്ലെ. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? അൺപ്ലാൻഡ് റീഅറ്റൻഡൻസ്. അതായത്
എന്താണ് അൺപ്ലാൻ റീഅറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത്? അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്രത്തോളം പേഷ്യൻസ് വന്നാൽ, അതായത് പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ എത്രത്തോളം പേഷ്യൻസ് വന്നാലും അവരെയൊക്കെ, അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്ന പേഷ്യൻസ് ആണല്ലേ, അവരെല്ലാം വരുന്നവർക്കെല്ലാം തന്നെ എന്താണ് കൃത്യമായ രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുമ്പോഴാണ് അത് നല്ലൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്, നമുക്ക് അതിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്താണ്? അൺപ്ലാൻഡ് റീഅറ്റൻഡൻസ് റേറ്റ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇതെങ്ങനെ നമുക്കതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറയാൻ സാധിക്കും? എന്താണ് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി എന്ന് പറയുന്നത്? എന്താണ്? ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അല്ലെ? അതായത് ചില സമയത്ത് നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം അല്ലെ, ഒരുപാട് മണിക്കൂറുകളോളം ചിലപ്പോൾ നിൽക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട് അല്ലെ? അതെന്താണ്? അതിന്റെ ക്വാളിറ്റി കളയുന്ന തരത്തിലുള്ളതാണ്. ഒരു മിനിറ്റ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. കേട്ടോ. 35 ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. നമ്മള് എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, അതായത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അത് അത്ര നല്ലൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇല്ല. കാരണം വരുന്ന സമയം കൊണ്ട് തന്നെ പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് സമയം വരുന്ന പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ കുറെ സമയം നിർത്തുന്നത് എന്താണ്, അതിന്റെ ക്വാളിറ്റിനെ അപഹരിക്കപ്പെടുന്നതായിരിക്കും അല്ലെ? അപ്പോ രണ്ടാമത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. And third one, left without being seen. Left without being seen. എന്താണ് left without being seen എന്ന് പറയുന്നത്? നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാതെ നമ്മൾ തിരിച്ചു പോകാറുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട് അല്ലെ? കാഷ്വാലിറ്റി ചെന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റാതെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് വന്നിട്ടില്ലേ? അതായത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടും ഡോക്ടറെ കാണാതെ പോകുന്ന പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, അത്തരം സിറ്റുവേഷൻ എന്താണ്? അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റിനെ ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് വരുന്ന പേഷ്യൻസിന് വരുന്ന സമയം കൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിനെ ഡോക്ടർ കണ്ട് പരിശോധിച്ചതിന് ശേഷം വിട്ടയക്കുന്നത് എന്താണ് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് തന്നെ പറയാൻ സാധിക്കും. അല്ലാത്ത പക്ഷം എന്താണ്, കാണാൻ പറ്റാതെ പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന സേവനങ്ങൾ വളരെ മോശമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ എന്ന് പറയുന്നപ്പോ എന്താണ്, ഡോക്ടറെ കാണാതെ ലെഫ്റ്റ് ആയിട്ട് പോകുന്ന പേഷ്യൻസ് ആണ്. ഒരുപാട് സമയം നിന്നിട്ടും ഡോക്ടറെ കാണാതെ നിന്നിട്ട് പോകുന്ന പേഷ്യൻസിനെയാണ്, ലെഫ്റ്റ് ആയി പോകുന്ന പേഷ്യൻസ് ആണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ മൂന്നാമത്തെ പോയിന്റ്? ഓക്കെ, then time to initial assessment. Next indicator എന്താണ്? Time to initial assessment. Time to initial assessment. നമ്മളൊരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്യാറുണ്ട്. എന്താണ് ഇനീഷ്യൽ അസസ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്? ഒരു പേഷ്യന്റ് വരുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്? ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ കുറച്ച് ഒരു പേഷ്യന്റിന്റെ ബയോമെട്രിക്കൽ വാല്യൂസ് നമ്മളൊന്ന് മെഷർ ചെയ്യും. എന്താണ് ഈ ബയോമെട്രിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്? യെസ്, വെരി ഗുഡ്. BP അല്ലെ? BP അല്ലെങ്കിൽ പൾസ്, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, ഇതൊക്കെ നോക്കിയതിനു ശേഷമാണ്, അതാണ് ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ അസസ്മെന്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്ററിൽ സൂചിപ്പിക്കുന്ന എന്താണ്? ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്, അസസ്മെന്റ് കൊടുക്കാനായിട്ട് എത്ര സമയം കാഷ്വാലിറ്റിയില്
സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് ഒരുപാട് സമയം എടുക്കുന്നത്, പേഷ്യന്റിനെ കുറെ സമയം നിർത്തിയിട്ടാണോ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിന് ഉടനടി തന്നെ എന്താണ് ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്തിട്ടാണോ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്, അപ്പൊ എത്ര ടൈം അവിടെ എടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അല്ലെ. അതായത് പേഷ്യന്റിനെ നമ്മൾ അസസ് ചെയ്യുന്നതിന്, ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്യുന്നതിന് എത്രത്തോളം ടൈം എടുക്കുന്നു എന്നതാണ് അവിടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്താണെന്ന്? യെസ്. ദെൻ ടൈം ടു ട്രീറ്റ്മെന്റ്. അടുത്തത് എന്താണ്? അടുത്ത ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ടൈം ടു ട്രീറ്റ്മെന്റ് ആണ്. ടൈം ടു ട്രീറ്റ്മെന്റ് എന്താണ്? വരുന്ന പേഷ്യൻസിന് ചികിത്സ കൊടുക്കാനായിട്ട് നമ്മൾ എത്ര ടൈം എടുക്കുന്നു അല്ലെ. വരുന്ന പേഷ്യൻസിന് ഉടനടി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നല്ലൊരു കാഷ്വാലിറ്റിയുടെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാതെ എന്താണ് വരുന്ന പേഷ്യൻസിന് ഒരുപാട് സമയം ഡിലേ ആക്കുമ്പോൾ എന്താണ് അവിടെ നല്ലൊരു സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ അടുത്ത് വരുന്ന എന്താണ് ടൈം ടു ട്രീറ്റ്മെന്റ്. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സമയം എടുക്കുന്ന ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഉടനടി തന്നെ അറിയാം. പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കേസുകളെല്ലാം തന്നെ എന്താണ് നമ്മള് ഉടനടി തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസസുകളാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണ് ഉടനടി തന്നെ അവരെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, then service experience. Last quality indicators ആണ് service experience. Service experience. എന്താണ് service experience? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, സ്റ്റാഫ്, ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻസ് എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവരായിരിക്കും ഉണ്ടായിരിക്കുക? എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ടെക്നീഷ്യൻസും നഴ്സും മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഡോക്ടേഴ്സും സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നല്ലൊരു സർവീസ് എക്സ്പീരിയൻസ് വരുന്ന പേഷ്യൻസിന് ലഭിക്കുള്ളൂ അല്ലെ. അതായത് നല്ല സ്കിൽഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ക്യാപ്പബിൾ ആയിട്ടുള്ള നഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സർവീസസ് ലഭിക്കുള്ളൂ. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ എന്താണ് ഡോക്ടേഴ്സും നഴ്സസും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. വരുന്ന പേഷ്യൻസിനെ അതിന്റെ രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരെ പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നോക്കിയത് എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഒന്ന് എന്താണ് അൺപ്ലാൻഡ് റീഅറ്റൻഡൻസ് റേറ്റ്. മുൻകൂട്ടി നിശ്ചയിക്കാതെ വരുന്ന പേഷ്യൻസിന് കൃത്യമായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ഇനി ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എത്രത്തോളം ടൈം നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അത് കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുന്നെങ്കിൽ അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് അതിനെ പരിഗണിക്കാം. ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എന്താണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറയുന്നത്? ഒന്ന് വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം അല്ലെ. അല്ലാതെ വരുന്നിട്ടും ഡോക്ടറെ കാണാതെ തിരിച്ചു പോകുന്നത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. ഓക്കെ, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. വരുന്ന പേഷ്യൻസിന് ഇനീഷ്യൽ അസസ്മെന്റിന് എത്രത്തോളം സമയം എടുക്കുന്നു. ഏറ്റവും പെട്ടെന്ന് തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ടൈം ടു ട്രീറ്റ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് ശേഷം എത്ര സമയം എടുക്കുന്നു പേഷ്യന്റിന് ചികിത്സ കൊടുക്കാനായിട്ട്, അതും ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. സർവീസ് എക്സ്പീരിയൻസ്. അവിടെ കൊടുക്കുന്ന സർവീസ് സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും കൊടുക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സർവീസ് എക്സ്പീരിയൻസ് വരുന്ന പേഷ്യൻസിന് ലഭ്യമാകുള്ളൂ. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ക്ലിയർ ആണോ അല്ലെ? സംശയം ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് നോക്കാം. ലാസ്റ്റ് ഭാഗമാണ് ഈ ചാപ്റ്ററിന്റെ. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക്. എന്നിട്ട് എമർജൻസി റൂം ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ റോൾസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസും ജോബ് ഡ്യൂട്ടീസും ഒക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. നോക്കാം.
interview patients to obtain biographic, demographic, and financial data for registration purpose and enter information gathered into the hospital computer system. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡ്യൂട്ടിയിൽ പറയുന്നത് എന്താണ്? ഇന്റർവ്യൂ പേഷ്യൻസ് ടു ഒബ്റ്റെയിൻ ബയോഗ്രാഫിക്, ഡെമോഗ്രാഫിക് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ രജിസ്ട്രേഷൻ പർപ്പസ്. വരുന്ന പേഷ്യൻസിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് എമർജൻസി റൂം ക്ലർക്ക് ആവശ്യപ്പെടുന്നത് രജിസ്ട്രേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട്? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്താണ് ബയോഗ്രാഫിക് എന്ന് പറയുന്നത്? ബയോഗ്രാഫിക് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ബയോഗ്രാഫിക് ഡെമോഗ്രാഫിക് എന്ന? പേഴ്സണൽ ഡാറ്റാസ് ആണ് അല്ലെ, പേര്, നെയിം, അഡ്രസ് മുതലായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തായിരിക്കും? ഫിനാൻഷ്യൽ ഡാറ്റയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫിനാൻഷ്യൽ ഡാറ്റയില് എന്തായിരിക്കും വരുന്നത്? ഹോസ്പിറ്റലിൽ നമ്മുടെ ആനുവൽ ഇൻകം ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ, നമ്മുടെ ഇൻകം എത്രയാണെന്ന്, അല്ലെങ്കിൽ ആനുവൽ ഇൻകം എത്രയൊക്കെയാണെന്നൊക്കെ ചില ഹോസ്പിറ്റൽസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അത്തരം ഡീറ്റെയിൽസ് എല്ലാം, അതായത് ഒരു പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും രജിസ്ട്രേഷൻ പർപ്പസസിന് വേണ്ടി അത്തരം ഇൻഫർമേഷൻസ് എല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ട് അതെല്ലാം ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത്? എമർജൻസി റൂം ക്ലർക്ക് ആണ്, അല്ലെങ്കിൽ എമർജൻസി റൂം സെക്രട്ടറി ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അത്. വരുന്ന പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത്, ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ ഡാറ്റ ഉൾപ്പെടെ അവ കളക്ട് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അതെല്ലാം തന്നെ ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ED ക്ലർക്ക് എന്ന് പഠിച്ചാലും മതി കേട്ടോ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ED ക്ലർക്ക് എന്ന് പഠിച്ചാലും മതി, അല്ലെങ്കിൽ ED സെക്രട്ടറി എന്ന് പഠിച്ചാലും മതി. സെക്കൻഡ് റോൾ എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ്, ഫയൽ റിട്രൈവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദ എമർജൻസി റൂം ഫിസിഷ്യൻ റെസ്പോൺസിബിൾ ഫോർ ER എന്നും പറയും, ED എന്നും പറയും. ED ക്ലർക്ക് എന്ന് പറയാറുണ്ട്, ER ക്ലർക്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, എമർജൻസി സെക്രട്ടറി എന്ന് പറയാറുണ്ട്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഫിസിഷ്യൻ റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻസ്. എന്താണ് സെക്കൻഡ് പോയിന്റ്? ഒന്ന് വായിച്ചു നോക്കിയേ, പറയുന്നത് എന്താണ്? സെക്കൻഡ് പോയിന്റ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ്, ഫയൽ റിട്രൈവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദ എമർജൻസി റൂം ഫിസിഷ്യൻ and responsible for processing emergency room admissions. എന്താണ് പറയുന്നത്? അതായത് എമർജൻസി റൂമിലെ പേഷ്യൻസിന്റെ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളെല്ലാം നമ്മൾ ആർക്ക് കൈമാറണം എന്നാണ് പറയുന്നത്? എമർജൻസി റൂം ഫിസിഷ്യൻസിന് കൈമാറുക. ദെൻ റെസ്പോൺസിബിൾ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻസ്. ഫിസിഷ്യൻ വരുന്ന പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് എമർജൻസി പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം, നമ്മളെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എല്ലാം ഫിസിഷ്യന് കൈമാറുകയും അതുപോലെ തന്നെയാണ് അതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യന്റ് അഡ്മിറ്റ് ആണെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ, ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോസസ്സിംഗ് കാര്യങ്ങളും അതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? AD ആണ്, അല്ലെങ്കിൽ എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടീസിലാണ് ഇത് വരുന്നത് കേട്ടോ. യെസ്. Then provide exceptional customer service. Provide exceptional customer service. വരുന്ന പേഷ്യൻസിന് എക്സെപ്ഷണൽ ആയിട്ടുള്ള കസ്റ്റമർ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് എക്സെപ്ഷണൽ എന്ന് പറയുന്നത്? മികച്ച രീതിയിലുള്ള കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന റോളിൽ ഉൾപ്പെടുന്നതാണ് എന്താ? വരുന്ന പേഷ്യൻസിന് മികച്ച രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. Then coordinate activities in connection with the admission of patients in the hospital or other medical facility. Coordinate activities in connection with the admission of patients in the hospital or other medical facility. ഇവിടെ എന്താ പറയുന്നത്? കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പേഷ്യൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന ആളെ നമ്മൾ അടുത്ത മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അതിനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? എമർജൻസി റൂം ക്ലർക്കാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും മാറ്റുന്നത്? അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പേഷ്യൻസിനെ മാറ്റും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതായത്
വരുന്ന പേഷ്യൻസിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ആരാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? Yes. Then assess patients' other needs from healthcare professions like need of ambulance services or referrals. Assess patients' other needs from healthcare professionals like need of ambulance services or referrals. ഇനി പേഷ്യൻസിന്റെ മറ്റു ആവശ്യകതകളും എമർജൻസി റൂം ക്ലർക്കുകള് ചോദിച്ചറിയുന്നുണ്ട്. മറ്റു ആവശ്യകതകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇതൊക്കെയായിരിക്കും. ചില പേഷ്യൻസിന് ആംബുലൻസ് സർവീസസ് ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫറൽസ് അല്ലെ റെഫർ ചെയ്ത് മറ്റു ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അവരുടെ ഏതുതരം ആവശ്യങ്ങളാണെങ്കിലും അതെല്ലാം അസസ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ റോളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. അതായത് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട ആംബുലൻസസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും എമർജൻസി ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രീവൻസ് റെഡ്രസൽ. ഗ്രീവൻസ് റെഡ്രസൽ എന്താണ്? ഗ്രീവൻസ് റെഡ്രസൽ എന്ന് പറയുന്നത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പരിഹരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പേഷ്യൻസ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സും രേഖപ്പെടുത്തുന്ന എന്തുതരം പരാതികളോ അതിന്റെ പ്രോബ്ലംസ് അതെല്ലാത്തിനും സോൾവ് അതിന്റെ പ്രശ്നപരിഹാരം നടത്തുന്നതും ആരാണ്? ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. Then coordinate with other healthcare executive for bed arrangement. Coordinate with other healthcare executive for bed arrangement. എന്താണ് ഈ പോയിന്റിൽ പറയുന്നത്? അഡ്മിറ്റ് ആർക്കുള്ള ബെഡ് അറേഞ്ച്മെന്റ്സ് അല്ലെ, ബെഡിന്റെ അവൈലബിലിറ്റി ആണ് അവിടെ പറയുന്നത്. ഒരു പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുന്നതിനനുസരിച്ച് എന്താണ് അതുമായി ബന്ധപ്പെട്ട ബെഡ്സുകൾ അറേഞ്ച് ചെയ്തതുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ് അല്ലെ. അപ്പൊ അത്തരം ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സിനേക്ക് വിവരം അറിയിച്ചുകൊണ്ട് ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നു. Then make sure that MLC cases are registered. എന്താണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്? Make sure that MLC cases are registered. What is MLC? MLC എന്താണ് നമ്മൾ പഠിച്ചത്? MLC കേസസ് എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. അതല്ല, മെഡിക്കോ ലീഗൽ കേസുകൾ എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതും ED ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. മെഡിക്കൽ കേസുകളെല്ലാം മെഡിക്കോ ലീഗൽ കേസുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Then next one, maintenance of records like DAMA patients. Maintenance of records like DAMA patients. എന്താണ് DAMA? Discharge against medical advice patients. Discharge നോട്ട് ചെയ്യാട്ടോ. Discharge against medical advice. DAMA. Discharge against medical advice. കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങള്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലീവ് ചെയ്ത് പോകുന്നതാണോ? ആണോ? അനുവാദമില്ലാതെ അല്ലെ. അതായത് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് എന്താണ്? ഡോക്ടർ പറഞ്ഞിട്ടല്ല, അവരുടെ പേഷ്യൻസിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നതാണ് എന്താ? ഡിസ്ചാർജ് ആയി പോകുന്നതാണ് എന്താ? ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് അതായത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിനെതിരായിട്ട് അല്ലെങ്കിൽ വേദോപദേശത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇതിനെ തന്നെ നമ്മള് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയാറുണ്ട്. എല്ലാമായെന്നും നമ്മൾ പറയാറുണ്ട്. ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസും ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എല്ലാത്തരം റെക്കോർഡ്സുകളും മെയിൻറ്റെയിൻ ചെയ്ത ഡ്യൂട്ടി എമർജൻസി ക്ലർക്കിനാണ് കേട്ടോ. ഓക്കെ,
അപ്പൊ ഇത്തരം കേസുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഫോമില് അല്ലെങ്കിൽ റെക്കോർഡ്സുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്? പേഷ്യൻസ് ലീവ് ചെയ്ത് പോയിട്ടും ഇൻ കേസ് എന്തെങ്കിലും ആ പേഷ്യന്റിന് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ അതിന് ഉത്തരവാദികളല്ല എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത്, അല്ലെ? അതായത് ഈ ഫോം എഴുതുമ്പോൾ തന്നെ എന്താണ്, ഡോക്ടേഴ്സ് കൃത്യമായിട്ട് അതിന്റെ റിസ്കുകൾ പറഞ്ഞു കൊടുക്കും, അല്ലെ? അതായത് തനിക്കിപ്പോ പോയി കഴിഞ്ഞാൽ ഇതിനുള്ള റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ കോംപ്ലിക്കേഷൻസ് നേരിടേണ്ടി വരും, എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം തന്നെയാണ് ഈ റെക്കോർഡ്സ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ അവർ ഷുവർ ആയിട്ട് അതിൽ സൈൻ ചെയ്ത് പോകുന്നു. അവർക്കും അതായത് പേഷ്യൻസിനും ഒരു ഫോം ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഡിസ്ചാർജിന്റെ പ്രോസസ്സിൽ പഠിക്കും കേട്ടോ. ഡിസ്ചാർജ് നമ്മൾ ചാപ്റ്റർ ഉണ്ട്, അതിൽ പഠിക്കും. അപ്പൊ എല്ലാ റിസ്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡാമ പേഷ്യൻസ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് സേവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നത്. അതായത് പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടറോ ഹെൽത്ത് കെയർ സെറ്റിംഗ്സോ ഒന്നും തന്നെ അതിന് ഉത്തരവാദികളല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള റെക്കോർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ED ക്ലർക്കായിരിക്കും. ലാസ്റ്റ് വൺ. അപ്പൊ ഡാമ എന്താന്ന് മനസ്സിലായോ? ഡാമ എക്സ്പാൻഷൻ മറന്നു പോകരുത് കേട്ടോ. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, medico-legal cases in made based on the patient condition or unnatural case of injury, RTA, etc. Records of such cases are entered into medico-legal registers with the detail of patients and accident, and patient case file is stamped as medico-legal cases. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge or treating consultant instructions. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ മെഡിക്കോ ലീഗൽ കേസസിൽ ഏതൊക്കെ കണ്ടീഷൻസ് വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഓക്കെ, ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്ന് ഓർമ്മയുണ്ടോ? മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പറയാമോ? ആക്സിഡൻസ്, അസാൾട്ട്, അല്ലെ? എന്തെങ്കിലും ആക്രമണങ്ങള്, ഓക്കെ, റേപ്പ് തുടങ്ങിയ മുതലായവ, അല്ലെ? ഓക്കെ, അപ്പൊ അത്തരം കേസുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ആൻഡ് നാച്ചുറൽ കേസസ് ഓഫ് ഇഞ്ചുറി ഒക്കെ എന്താണ് RTA. RTA എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? RTA എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് കേട്ടോ. എഴുതി വെക്കുക, റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ് അതായത് മെഡിക്കോ ലീഗൽ കേസസിൽ ഉൾപ്പെടുന്നത് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ കേസസ് ഓഫ് ഇഞ്ചറി, അതുപോലെ തന്നെ എന്താണ് RTA. അതായത് RTA എന്ന് പറയുന്നത് റോഡ് ട്രാഫിക് ആക്സിഡന്റ്സും ഏത് കേസസിൽ ഉൾപ്പെടുന്നതാണ്? മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാം തന്നെ റെക്കോർഡ്സുകളും അതിന്റെ കേസ് ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് വെക്കും. ഏത് സ്റ്റാമ്പിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? മെഡിക്കോ ലീഗൽ എന്ന രീതിയിൽ ഫയല് സ്റ്റാമ്പ് ചെയ്തിട്ടാണ് എമർജൻസി ക്ലർക്കിൽ തന്നെ സൂക്ഷിക്കുന്നത്. അതായത് മെഡിക്കോ ലീഗൽ കേസുകളെല്ലാം തന്നെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ മെഡിക്കോ ലീഗൽ എന്ന സ്റ്റാമ്പ്സിലാണ് എന്ത് വെക്കുന്നത്? അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം ദ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഈസ് ഇൻഫോംഡ് ഇമ്മീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ലോക്കൽ പോലീസ് സ്റ്റേഷൻസിനെ വിവരം അറിയിക്കുന്നു. ഇനി കാഷ്വാലിറ്റി ഇൻചാർജ് ഉള്ളവർ അല്ലെങ്കിൽ അവരായിരിക്കുള്ളൂ പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. എന്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? ബേസ്ഡ് ഓൺ ദ കാഷ്വാലിറ്റി ഇൻചാർജ് ഓർ ട്രീറ്റിംഗ് കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻ, അല്ലെ? ആ രോഗിയെ ട്രീറ്റ് ചെയ്ത കൺസൾട്ടേഷൻ ഫിസിഷ്യനോ മറ്റ് ആരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കുള്ളൂ നമ്മള് പോലീസിനെ ആ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസിനെ നമ്മള് വിവരങ്ങൾ അറിയിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് മെഡിക്കോ ലീഗൽ കേസുകളെല്ലാം തന്നെ മെഡിക്കൽ ലീഗൽ എന്ന കേസസ് സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നതും ലോക്കൽ പോലീസിനെ വിവരം അറിയിക്കുന്നതും കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് എല്ലാ വിവരങ്ങളും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നതിന്റെയൊക്കെ ഡ്യൂട്ടി എല്ലാം കൈകാര്യം ചെയ്തതുമായി തന്നെയാണ് എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റും ഡാമയുടെ എക്സ്പാൻഷനും പഠിക്കണം കേട്ടോ. ലാസ്റ്റ് ഈ ഒരു പോയിന്റും ഡാമയുടെ എക്സ്പാൻഷനും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ പേഴ്സണൽ ഡാറ്റാസ് ആണ് കേട്ടോ. ബയോഗ്രാഫിക് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ പേഴ്സണൽ ഡാറ്റാസ് ആണ്. പേര്, വയസ്സ് അല്ലെങ്കിൽ അഡ്രസ് മുതലായ കാര്യങ്ങളാണ് അതിൽ വരുന്നത് കേട്ടോ. ഓക്കെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, പോളിസീസ് ആണെന്നുള്ളത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്നത് എന്താണ്? പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നതും എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണെന്നാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റ്? യെസ്. ഇനി നമ്മള് ഹോസ്പിറ്റൽ വാർഡ്സ് ആണ് എടുക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ്. ചാപ്റ്റർ 10 ആണ് ടെക്സ്റ്റ് ബുക്കില്. ചാപ്റ്റർ 10 ആയിരിക്കും ഹോസ്പിറ്റൽ വാർഡ് എന്ന് ടെക്സ്റ്റ് ഉള്ളവര്. ഒരു മിനിറ്റ്. ലൈബ്രറി മെസ്സേജ് ഞാൻ കാണുന്നില്ല കേട്ടോ. പേജ് നമ്പർ പറഞ്ഞുതരാം. PDF കാണാമോ? കാണുന്നില്ലേ? കാണാലോ. നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്ന് കിടപ്പുണ്ട് കണ്ടോ? ഇവിടെ ഡെഫിനേഷന്റെ ഭാഗത്ത് ഡെഫിനേഷൻ കിടക്കുന്നത് ഇവിടെ താഴെയാണ്. പ്രിന്റിംഗിൽ വന്നൊക്കെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ ഡെഫിനേഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില്? കറക്റ്റ് ആണ്, നിങ്ങളുടെ കറക്റ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ PDF മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അത് നോക്കണ്ട, ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡ്സ് മിക്കവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടല്ലോ നിങ്ങള്. എന്താണ് ഒരു വാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ വാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റൂം ആണല്ലേ? What is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long-term or short-term depending upon the severity of condition. എന്താണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പാട് സൂചിപ്പിക്കുന്നത്? റൂം ആണല്ലേ? ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് റൂം ആണ്. അവിടെ എന്താണ് കുറച്ച് ബെഡ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അല്ലെ? ഏകദേശം എത്രത്തോളം ബെഡ്സ് ഉണ്ടായിരിക്കും? എത്രത്തോളം ബെഡ്സ് ഒരു വാർഡിൽ വരാം? അതിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ? റൂമിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വാർഡിൽ എത്ര ബെഡ്സ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ചെറിയ വാർഡുകളുണ്ട്, വലിയ വാർഡുകൾ ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ. അതായത് ഒരേ സമയം ഒത്തിരി പേഷ്യൻസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുള്ള ഒരു വാർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ? മാക്സിമം ഇപ്പൊ ഒരു നോർമൽ വാർഡിൽ, ഇപ്പൊ ഒരു ചെറിയ റൂം വാർഡിൽ എത്ര ബെഡ്സ് ഉണ്ടായിരിക്കും? എത്ര ബെഡ് ഉണ്ടാവും പറയാമോ? 2 2ആണോ? ഒരു 5, മാക്സിമം 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 4 അല്ലെ? ഓക്കെ. അപ്പൊ എല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും?
ആ റൂമിന് അല്ലെ ആ റൂമിന്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ അതിലെ ബെഡ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പം ചില പേഷ്യൻസ് എന്താണ് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വരുന്നവരുണ്ടാവാം. ചിലവരെന്താണ് ചിലപ്പോൾ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒബ്സർവേഷന് വരുന്നവരുണ്ടാവും. ചിലപ്പോൾ എന്താണ് ലോങ് ടേമോ ഷോർട്ട് ടേമോ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ കണ്ടീഷൻ നോക്കിയിട്ട് അല്ലെ പേഷ്യന്റിന്റെ സിവിയറിറ്റി പേഷ്യന്റിന്റെ രോഗാവസ്ഥയുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചിലർ കുറച്ച് 2 ദിവസം അഡ്മിറ്റ് ആവുന്നവരുണ്ടാവാം, ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അങ്ങനെയൊക്കെ അത് കണ്ടീഷൻ അനുസരിച്ച് മാത്രമാണ് നമ്മളെ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു വാർഡ് എന്ന് പറയുന്നത് എന്താണ്? റൂം ആയിരിക്കും. ഒരു റൂമിൽ അത്യാവശ്യം ബെഡ്സുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരേ സമയം ഒത്തിരി പീപ്പിൾസ് ഒത്തിരി പേഷ്യൻസിനെ നമുക്ക് ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതാണ് എന്താ വാർഡുകൾ എന്ന് പറയുന്നത് അല്ലെ. സിമിലർ ട്രീറ്റ്മെന്റിന് ഉണ്ടാവാം, അല്ലെങ്കിൽ ലോങ് ടേം ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവും, ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പേഷ്യൻസിന്റെ രോഗാവസ്ഥയുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന്? ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് സെക്കൻഡ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ടൈപ്സ് ഓഫ് വാർഡ് എന്നാണോ സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്നാണോ കിടക്കുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റില് ടൈപ്പ് ഓഫ് വാർഡ് എന്നാണോ സ്പെഷ്യലൈസ്ഡ് എന്നാണോ പർപ്പസ് ആണോ എടുക്കുന്നത്? പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് അങ്ങനെയാണോ എടുക്കുന്നത്? ഓക്കെ, അത് കഴിഞ്ഞിട്ടാണോ ടൈപ്പ് സ്പെഷ്യലൈസ്ഡ് വാർഡ് വരുന്നത്? ഓക്കെ, എന്തായിക്കോട്ടെ, നമുക്കിപ്പോ ഇതിലുള്ളത് പോലെ ഒന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി. യെസ്, ഓക്കെ ഓക്കെ. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചേ. ടൈപ്പ് ഓഫ് വാർഡ്സ് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് വാർഡ് നോക്കാം. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് വാർഡ്സിൽ വരുന്നത്? ജനറൽ വാർഡ് വരുന്നുണ്ട്. ഓക്കേടാ, ഓക്കെ ഓക്കെ ശരി. ടീച്ചർ പറയുന്നത് കേൾക്കാം കേട്ടോ. ടൈപ്പ് ഓഫ് വാർഡ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? ജനറൽ വാർഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ് ഉണ്ട്. ജനറൽ വാർഡ്സിൽ എന്തൊക്കെ വരും? ജനറൽ വാർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഏതൊക്കെ ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് ജനറൽ വാർഡില്? ഫീവർ ഉണ്ടാവാം, പിന്നെ പനിക്ക് മാത്രമുള്ള ജനറൽ വാർഡ്? വേറെ ഒരു അസുഖം വരാറില്ലേ? ആക്സിഡന്റ്, പിന്നെ കഫ് ആൻഡ് കോൾഡ്, ചെറിയ ഇൻഷുറീസ്, അങ്ങനെ നമുക്ക് കോമൺ ആയിട്ടുള്ള വരുന്ന ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതെല്ലാം തന്നെ എന്താണ് ജനറൽ വാർഡ്സിലായിരിക്കും ഉൾപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, പ്രത്യേകിച്ച് പനി അല്ലെങ്കിൽ മറ്റ് സാധാരണ രീതിയിലുള്ള രോഗാവസ്ഥയിലൊക്കെ നമ്മൾ എന്താണ് ജനറൽ വാർഡിനെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. ഇപ്പൊ ഈ സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ പ്രത്യേകത എന്താണ്? അപ്പോ സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്താണ്? അതൊരു ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രീകൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രോഗം ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ എന്താ സ്പെഷ്യലൈസ്ഡ് വാർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് വാർഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ്, ഓങ്കോളജി, മെഡിസിൻ സർജറി, നെഫ്രോളജി, ഡയാലിസിസ്, കാർഡിയോളജി ആൻഡ് CTVS. എന്താണ് ഗൈനക്കോളജി? ഇപ്പൊ കുറച്ച് എക്സാമ്പിളേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് മാത്രമാണോ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ എന്ന് പറയുമ്പോൾ? നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെ അറിയാം? ഇതിൽ കൂടാതെ അതാണോ ഗൈനക്കോളജി വാർഡ് കേട്ടോ. പ്രസവ വാർഡ് എന്ന് പറയുന്നതാണ് നമ്മളെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ENT ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജി അല്ലെ, ന്യൂറോ സയൻസ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാർഡിയോളജി ഉണ്ട്, ഒപ്താൽമോളജി ഉണ്ട്. ഒപ്താൽമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഒപ്താൽമോളജി കണ്ണ് അല്ലെ. പിന്നെ ഡെർമറ്റോളജി, പിന്നെ എന്തൊക്കെ അറിയാം? ഓങ്കോളജി എന്തിനെ കുറിച്ചാണ്? ഓങ്കോളജി എന്തിന്റെ ട്രീറ്റ്മെന്റ് ആണ്? ഓങ്കോളജി യെസ്, വെരി ഗുഡ്, യൂറോ ഓർത്തോ. ഓങ്കോളജി എന്താണ്? ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, യെസ്. These are the specialized wards and examples ആണ് അല്ലെ. അപ്പൊ ഇത് കൂടാതെ തന്നെ ഓരോ ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സ്പെഷ്യലൈസ് ഒരു വിഭാഗത്തിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്?
ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ്. എന്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡിന്? ഡെലിവറി പ്രോസസ് മാത്രമാണോ നടക്കുന്നത് അവിടെ? ഫീമെയിലിന്റെ എല്ലാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രീറ്റ്മെന്റും ഗൈനക്കോളജി വാർഡ്സിൽ സംഭവിക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നത് ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഓങ്കോളജി മെഡിസിൻ ആൻഡ് സർജറി എന്തുമായി ബന്ധപ്പെട്ടാണ്? ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെ? ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. നെഫ്രോളജി എന്താണ്? നെഫ്രോളജി കിഡ്നി അല്ലെ? സ്റ്റഡി ഓഫ് കിഡ്നീസ് അല്ലെ? കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്. അല്ലെങ്കിൽ ഡയാലിസിസ് നടത്തുന്നത് എപ്പോഴാണ്? നമ്മള് കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെ? കിഡ്നി ഫെയിലിയേഴ്സിലാണ് നമ്മൾ ഡയാലിസിസ് പ്രൊസീജിയർ നടത്തുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. യെസ്. കാർഡിയോളജി ആൻഡ് CTVS ഇത് കേട്ടിട്ടുണ്ടോ? കാർഡിയോളജി ആൻഡ് CTVS. കാർഡിയോളജി എന്താണ്? അറിയാം അല്ലെ? ഹാർട്ട് സംബന്ധമായിട്ടുള്ള, ഹൃദയ സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാത്തരം രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മള് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. CTVS എന്തായിരിക്കും? CTVS നോട്ട് ചെയ്യാം കേട്ടോ. കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലർ സർജറി. അറിയാത്തവരൊന്ന് നോട്ട് ചെയ്തേ. കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലർ സർജറി. സ്പെല്ലിംഗ് അറിയണോ? CARDIO. ഇവിടെ ശ്രുതി സുനിൽകുമാർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളത് നോക്കിയിടാം. കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലർ സർജറി എന്താണത്? എന്തുമായി ബന്ധപ്പെട്ടാണത്? ഏത് രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഹൃദയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെ? ഹൃദയരോഗം അല്ലെങ്കിൽ ശ്വാസകോശ രോഗം എന്നീ അവസ്ഥകളുടെ ചികിത്സയാണെന്ത്? അതായത് നമ്മുടെ തൊറാക്സിക് അറകളിൽ എന്തെങ്കിലും തരത്തിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രക്രിയ ചികിത്സയിൽ ഉൾപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര മേഖലയാണെന്ത്? കാർഡിയോ തൊറാക്കിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. ഹൃദയരോഗം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള തൊറാസിക് അറയ്ക്കുള്ളിലെ അവയവങ്ങളുടെ ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്താ കാർഡിയോ തൊറാക്കിക് വെസ്കുലർ സർജറി ഉൾപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ CTVS എന്താണെന്ന്? യെസ്. These are the specialized wards അല്ലെ? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, കാർഡിയോളജി എക്സെട്ര. നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. എന്താണോ പറയേണ്ടത് നന്ദന? കാർഡിയോ തൊറാക്കിക് വെസ്കുലർ സർജറി ആണ് CTVSന്റെ എക്സ്പാൻഷൻ. അതായത് CTVS എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ഹൃദയരോഗം അല്ലെങ്കിൽ ശ്വാസകോശ രോഗം എന്നീ അവസ്ഥകളുടെ ചികിത്സയാണ് അല്ലെ? അതായത് നമ്മുടെ തൊറാക്സിക് അറയ്ക്കുള്ളിലെ ഹൃദയത്തിലെ തൊറാക്സിക് അറയ്ക്കുള്ളിലെ അവയവങ്ങളുടെ ശാസ്ത്രക്രിയാ ചികിത്സയിൽ ഉൾപ്പെടുന്ന വൈദ്യശാസ്ത്ര മേഖലയാണ് എന്താ? കാർഡിയോ തൊറാക്കിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളെ എക്സ്പാൻഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. വേറെ അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. ഓക്കെ, നമ്മള് ഡെഫിനേഷൻ പഠിച്ചു, ടൈപ്സ് ഓഫ് വാർഡ് പറഞ്ഞു, സ്പെഷ്യലൈസ്ഡ് വാർഡൊക്കെ എന്താണെന്ന് നോക്കി. അവിടെ വരെ ഓക്കെ ആണോ നിങ്ങള്? ഓക്കെ, ഇനി വരുന്നത് പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്താണ്? എന്താണ് അവിടെ നടക്കുന്നത് ഹോസ്പിറ്റൽ വാർഡ്സില്? Purpose: diagnosis and treatment, promoting health, teaching, research, render professional nursing and medical care to patients, and provide necessary equipments, essential drugs, and all other stores equipment for patient care.
നിങ്ങളുടെ ഇതല്ലാതെ വേറെ എക്സ്ട്രാ വാർഡ് പറയുന്നുണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? വേറെ ഏതാണോ പറയുന്നത്? ഏതാണ്? ന്യൂറോളജി, പിന്നെ ഒഫ്താൽമോളജി. രണ്ടും എന്താന്ന് ടീച്ചർ പറഞ്ഞല്ലോ. ന്യൂറോളജി എന്താണ്? സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം ആണ് ന്യൂറോളജി. ഒഫ്താൽമോളജി എന്താണ്? കണ്ണുകളെ കുറിച്ചിട്ട് അല്ലെ? കണ്ണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണെങ്കിൽ ഒഫ്താൽമോളജിയിൽ വരുന്നത്. ഓക്കെ, അത് ചില PDF-ല് ചില മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ റിഫ്രഷ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഇപ്പൊ ടീച്ചർ എടുത്ത ഫയലിൽ ഈ ഒരു PDF ആണ് വന്നു കിടന്നത്. അതുകൊണ്ടാണ് ഇതിൽ മിസ്റ്റേക്ക് വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണോ അത് നോക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇതിൽ ക്ലിയർ ചെയ്ത് തരുമ്പോ അതൊന്ന് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരും. അപ്പൊ എന്തൊന്ന് കറക്റ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. സ്പെഷ്യലൈസ്ഡ് വാർഡ് വരെ ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. ഓർഡർ ഡിഫറെന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ പ്രിന്റിംഗിലെ മിസ്റ്റേക്ക് ആയിരിക്കാം കേട്ടോ. നിങ്ങളത് വിട്ടേക്കൂ. കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പർപ്പസ് എന്ന് പറയാമോ? പർപ്പസ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. വാർഡിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? രോഗങ്ങൾ നിർണ്ണയിക്കാനും ചികിത്സിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡ്സ് ഉപയോഗിക്കുന്നത് അല്ലെ? രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനും അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്. രോഗനിർണയവും ചികിത്സയും. രണ്ടാമത്തെ പർപ്പസ് എന്താണ്? പ്രൊമോട്ടിംഗ് ഹെൽത്ത്. പ്രൊമോട്ടിംഗ് ഹെൽത്ത് എന്താണ്? പ്രൊമോട്ടിംഗ് ഹെൽത്ത് എന്താണ്? ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെ? ട്രീറ്റ്മെന്റ് കൊടുത്തതിനു ശേഷം ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പർപ്പസ് ആണ് ഹോസ്പിറ്റൽ വാർഡ് കൈകാര്യം ചെയ്യുന്നത്. പ്രൊമോട്ടിംഗ് ഹെൽത്ത്. ഓക്കെ, ടീച്ചിങ്. ടീച്ചിങ് എന്താണ്? ടീച്ചിങ് ആർക്ക് വേണ്ടിയാണ് വാർഡ്സിൽ ടീച്ചിങ് കൊടുക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡ്സ്? മെഡിക്കൽ സ്റ്റുഡൻസിന് അല്ലെ? മെഡിക്കൽ സ്റ്റുഡൻസ് നമ്മൾ ഹോസ്പിറ്റൽ വാർഡ്സിൽ ചെല്ലുന്ന സമയത്ത് പഠനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസ് അവിടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഹോസ്പിറ്റൽ വാർഡ് നഴ്സിന്റെ കൂടെ ഒക്കെ കണ്ടിട്ടില്ലേ നമ്മള് അസിസ്റ്റ് ചെയ്ത് പഠിക്കുന്നത്? യെസ്. അപ്പോ ടീച്ചിങ് പർപ്പസസിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ അവരുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റൽ വാർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയപ്പോ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മള് ഒരു കൂട്ടം കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ? മെഡിക്കൽ സ്റ്റുഡൻസ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റൽ വാർഡ് നഴ്സിന്റെ അല്ലെങ്കിൽ ഇൻചാർജ് ഉള്ള ആരെങ്കിലും കൂടെ അവരുടെ കൂടെ നിന്ന് അവർ അസിസ്റ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഇനി പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. വാർഡൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ടീച്ചിങ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? വാർഡ് നഴ്സുമാർ കൃത്യമായ രീതിയിൽ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാർഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വാർഡിന്റെ മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് ആണ് അല്ലെ? അവിടെ ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് വേണമെങ്കിൽ ഒന്ന് പ്രാക്ടിക്കൽ എഴുതിക്കോളൂ കേട്ടോ. ദെൻ റിസർച്ച്. ഹോസ്പിറ്റൽ വാർഡ് നമ്മൾ റിസർച്ച് പർപ്പസിനായി ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തെ കുറിച്ചിട്ടുള്ള ഗവേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെ? ഏതെങ്കിലും രോഗത്തെ കുറിച്ചിട്ടുള്ള ഗവേഷണവുമായി ബന്ധപ്പെട്ട റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ വാർഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്. Then next point, render professional nursing and medical care to patients. Render professional nursing and medical care to patients. എന്താണ് പോയിന്റിൽ പറയുന്നത്? render professional nursing care. അതായത് പ്രൊഫഷണൽ നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് എന്താണ്? വരുന്ന പേഷ്യൻസിന് എങ്ങനെയുള്ള ഒരു കെയർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്? വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ കെയർസ് ആയിരിക്കണം അല്ലെ? വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ കെയർസ് ആയിരിക്കണം പേഷ്യൻസ്. രോഗികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് വൈദ്യപരിചരണം കൊടുക്കുന്നതും ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് ആണ്. ഓക്കെ, വരുന്ന പേഷ്യൻസിന് പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് വൈദ്യപരിചരണം കൊടുക്കുക എന്നത്, മെഡിക്കൽ കെയർ കൊടുക്കുക എന്ന് പറയുന്നതും ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? അത് അപ്പൊ വേണ്ട yes. Then last one, last purpose എന്താണ്? Provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner.
provide equipments, essential drugs and all other stores requirements for patient care in an organized manner. എന്താണ് ലാസ്റ്റ് പർപ്പസിൽ പറയുന്നത്? അതായത് ഒരു വാർഡിൽ രോഗി പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കണം അല്ലെ, എല്ലാത്തരം എക്യുപ്മെന്റ്സുകളും അതേപോലെ തന്നെ എന്താണ് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അല്ലെ, എസൻഷ്യൽ ഡ്രഗ്സുകളും അതോടൊപ്പം തന്നെ എന്താണ് മറ്റെല്ലാ സ്റ്റോഴ്സുകളും ആവശ്യാനുസരണം സംഘടിതമായിട്ട്, അതായത് ഒരു ഓർഗനൈസ്ഡ് മാനറിൽ ഇതെല്ലാം തന്നെ എക്യുപ്മെന്റ്സുകളും ഡ്രഗ്സുകളും മരുന്നുകളും എല്ലാം തന്നെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പർപ്പസും, അതായത് ആ പേഷ്യന്റ് ആവശ്യാനുസരണത്തിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം എക്യുപ്മെന്റ്സുകളും ഡ്രഗ്സുകളും എവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മള് ഒരു ഹോസ്പിറ്റൽ വാർഡിൽ അല്ലെ. ഓരോ വാർഡിലും അവരുടെ പേഷ്യൻസിന് മാത്രമായിട്ട് എന്താണ് അവർക്ക് വേണ്ട ഉപകരണങ്ങളും ഡ്രഗ്സുകൾ അല്ലെ മെഡിക്കേഷൻസ് എല്ലാം തന്നെ എന്താണ് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പ്രത്യേകമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് മാനറിൽ ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആവശ്യാനുസരണം അത് പേഷ്യൻസിന് ആവശ്യാനുസരണം അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതാണ് ലാസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്. Provide necessary equipments and essential drug and all other stores requirements for patient care in an organized manner. Okay. നമ്മൾ പറഞ്ഞ എന്താണ് പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡാണ് അല്ലെ. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ്? എന്തൊക്കെയാണ് പറയൂ. രോഗം നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്ന അല്ലെ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ദെൻ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടീച്ചിങ് പർപ്പസസിന്, റിസർച്ച് പർപ്പസസിന്, പേഷ്യൻസിന് പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്നതിന്, ദെൻ ആവശ്യാനുസരണമുള്ള എക്യുപ്മെന്റ്സുകളും ഡ്രഗ്സുകളും ഓർഗനൈസ്ഡ് മാനറിൽ പേഷ്യൻസിന് ആവശ്യാനുസരണം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റൽ വാർഡ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെയും ഒരു മിസ്റ്റേക്ക് കണ്ടോ നിങ്ങള്? കോൺസ്റ്റന്റ് വാർഡ് സ്പേസിന്റെ കൂടെയാണ് നമ്മളുടെ ഈ രണ്ട് സ്പെഷ്യലൈസ്ഡ് വാർഡുകളോട് ഒന്ന് കിടക്കുക. നോക്കണ്ട കേട്ടോ. ഉണ്ടോ? ഇനി ഇവിടെ പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് വാർഡ് സ്പേസ് എന്ന് പറയുമ്പോൾ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന സ്പേസസ് എന്തൊക്കെയാണ്? അതിന് വാർഡിന്റെ പ്രധാന ഘടകങ്ങൾ രണ്ട് സ്പേസസ് ആണ് അവിടെ വരുന്നത്. ഒന്ന് പേഷ്യന്റ് സ്പേസും നഴ്സിംഗ് സ്പേസ് ആണ്. ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് വരുന്ന ഏരിയാസ് അല്ലെങ്കിൽ സ്പേസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് പേഷ്യന്റ് സ്പേസ് ആൻഡ് നഴ്സിംഗ് സ്പേസ്. അതായത് പേഷ്യന്റ് സ്പേസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരും? കോറിഡോർസ് കൂടി ഉണ്ട് കേട്ടോ, കോറിഡോർസ് കൂടി ഉണ്ട്. കോറിഡോർസ് ടെക്സ്റ്റിലില്ലേ നിങ്ങളുടെ? കോറിഡോറുകൾ ഉണ്ട്. കോറിഡോർ എന്ന് പറഞ്ഞാൽ എന്താ? കോറിഡോർ ഇതിന്റെ താഴെ അല്ലെങ്കിൽ വരാന്തകൾ എന്ന് പറയും നമ്മളല്ലേ. ഓക്കെ, യെസ്. പേഷ്യന്റ് സ്പേസിൽ എന്തൊക്കെ ഉൾപ്പെടും പറയോ? പേഷ്യന്റ് സ്പേസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് പറയൂ? പേഷ്യന്റ് സ്പേസില് എന്തൊക്കെ വരുന്നുണ്ട്? പേഷ്യൻസിന്റെ ബെഡ്സ്, ടേബിൾസ്, അവർക്ക് വേണ്ട ആവശ്യമായിട്ട് എല്ലാ ബിലോങ്ങിങ്സും സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസസ് എന്തുണ്ട് എവിടെ ഉണ്ടായിരിക്കും? പേഷ്യന്റ് സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടേബിള്, ചെയർ, ഒരു വാഷ്റൂം പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൂടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നഴ്സിംഗ് സ്പേസിലോ? നഴ്സിംഗ് സ്പേസിൽ എന്തൊക്കെ വരുന്നുണ്ട്? നഴ്സിംഗ് സ്റ്റേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. നഴ്സിംഗ് സ്റ്റേഷനില് മെഡിക്കേഷൻസ് ഉണ്ടായിരിക്കും, മെഡിക്കൽ റെക്കോർഡ്സുകള്, അല്ലെങ്കിൽ ആ വാർഡുമായി ബന്ധപ്പെട്ടുന്ന എല്ലാ പേഷ്യൻസിന്റെ ചാർട്ട്സ്, അല്ലെങ്കിൽ ചെറിയ തരം ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സുകൾ, അല്ലെങ്കിൽ നഴ്സിംഗ് സ്പേസസിന് ആവശ്യമായിട്ട് വരുന്ന എല്ലാത്തരം ഉപകരണങ്ങളും എവിടെ ഉണ്ടായിരിക്കും? നഴ്സിംഗ് സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചെറിയൊരു ഏരിയ വരെ എവിടെ ഉണ്ടായിരിക്കും? നഴ്സിംഗ് സ്പേസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, വിത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉൾപ്പെടെ. ഇനി കോറിഡോർസ് എന്ന് പറയുന്നത് നമ്മുടെ റിഫ്രഷ്മെന്റ് ഏരിയാസ് ആണ് അല്ലെ. കോറിഡോർസ് എന്ന് പറയുന്നത്, കോറിഡോർസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? വിൻഡോസ് ഉണ്ടായിരിക്കും, ചെയർ അല്ലെ, റിഫ്രഷ് ചെയ്യുന്നത് നമ്മള് റിലാക്സേഷന് വേണ്ടി ചെയർസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ചെയറുകൾ ഉണ്ടായിരിക്കും. ദെൻ
വാട്ടർ ക്യാൻ ഉണ്ടായിരിക്കും. വാട്ടർ ക്യാൻ കണ്ടിട്ടില്ലേ? വാട്ടർ ക്യാൻ. പിന്നെ അങ്ങനെ റിഫ്രഷ്മെന്റ് ഏരിയക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കോറിഡോർസ്. അല്ലെങ്കിൽ ചില സമയത്ത് പേഷ്യൻസിനൊക്കെ നമ്മൾ വാർഡിൽ നിന്ന് നമ്മളൊന്ന് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, നമുക്ക് റിലാക്സേഷന് വേണ്ടി നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടി നമ്മൾ കോറിഡോർസ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ബുക്ക് ഷെൽഫുകൾ, ബുക്ക് സ്റ്റാൻഡിൽ എന്തെങ്കിലും വായിക്കുന്നതിന് വേണ്ടിയിട്ടോ, അതൊക്കെ എന്താണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. കോറിഡോർസ് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ട് നമ്മൾ റിഫ്രഷ്മെന്റ് പർപ്പസസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഏതെങ്കിലും പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഇപ്പോൾ സ്ട്രക്ചേഴ്സിലോ വീൽചെയർസിലോ ഒക്കെ കൊണ്ടുപോകുന്നതിനും ഈ കോറിഡോർസ് വഴിയാണ് നമ്മൾ പേഷ്യൻസിനെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വാർഡ് സ്പേസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന 3 ഘടകങ്ങളാണെങ്കിൽ ഒന്ന് പേഷ്യന്റ് സ്പേസ് ഉണ്ടായിരിക്കും, വാർഡ് നഴ്സിംഗ് സ്പേസ് ഉണ്ടായിരിക്കും, കോറിഡോർസ് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ ആ പേര് മാത്രം പഠിച്ചു വെച്ചാൽ അതിനുള്ളിൽ എന്തൊക്കെ വരുന്നൊന്നും ഉദാഹരണം ചോദിക്കുന്നില്ല കേട്ടോ. അറിഞ്ഞിരുന്നാൽ മതി, അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ, യെസ്. കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പറയാമോ? ടൈപ്സ് ഓഫ് വാർഡ്സ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് വാർഡ്സ്: General wards, specialized wards, ഒരാൾ പറഞ്ഞത് സ്പെഷ്യലൈസ്ഡ് വാർഡിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? രണ്ട് പോയിന്റ്സ് പറഞ്ഞേ. രണ്ട് സ്പെഷ്യലൈസ്ഡ് വാർഡ്. gynecology, oncology, ഓൺകോളജി. ഓൺകോളജി എന്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്? cancer, Cancer. Okay. An expansion of CTVS. Cardiothoracic and vascular surgery. Clear ആയില്ല, ഒന്നുകൂടി പറഞ്ഞ ഒരാള്. Cardiothoracic and cardiothoracic, vascular vascular and surgery. Cardiothoracic and vascular surgery. Okay. Then what are the purpose of hospital ward? എന്തൊക്കെ പർപ്പസ് ആണ് ഹോസ്പിറ്റൽ വാർഡിനുള്ളത്? Diagnosis and treatment, promoting health, teaching, research, render professional nursing and medical care to patients, providing necessary equipment, essential drugs and all other tools requirements for patient care in an organized manner. Okay. Constant ward spaces ഏതൊക്കെയാണ്? Constants of ward spaces. Space, nursing space, neural. Then expansion of DAMA. DAMA. Discharge against the medical advice. Okay. Medical advice. നമ്മുടെ മെഡിക്കോ ലീഗൽ കേസുകളിലെ മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? മെഡിക്കൽ ലീഗൽ. ശരി. പിന്നെ what are the indicators, quality indicators ഏതൊക്കെയാണ്? എമർജൻസി വാർഡിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? unplanned reattendance rate, total time spent in ED, left without being seen, time to treatment, time to initial assessment, service experience. Okay. Then ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. Who coordinate activities in connection with admission of patients in the hospital or other medical facility? ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? ER clerk. ER clerk. Okay, thank you. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you. Thank you.